1695 റേഞ്ചിൽ ജോർജറ്റിൽ ബാത്തിക് പ്രിൻറ്റും എംബ്രോയ്ഡറിയും ചെയ്തിട്ടുള്ള സൽവാർ സെറ്റാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. 4 ഡിഫറെൻറ്റ് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് കളർ വരുന്നത് നമുക്ക് നല്ലൊരു ഡാർക്ക് മെറൂൺ ടോണാണ്. അതിൻ്റെ അതിൽ എംബ്രോയ്ഡറി ആണ് യോക്കിൽ ചെയ്തേക്കുന്നത്. പിന്നെ ബാത്തിക് പ്രിൻ്റ് ആട്ടോ ഫുള്ളായിട്ടും വരുന്നത്. പിന്നെ കളേഴ്സ് വരുമ്പോഴത്തേക്കും നമുക്ക് ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്, ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളറും ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡുമാണ് വരുന്നത്. ഇത്ര ഒരു 4 ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. ഫസ്റ്റ് പാറ്റേൺ നമുക്ക് ഇതിൻ്റെ വരുമ്പോഴത്തേക്ക് 2.5 മീറ്റർ ലെങ്ത് ആട്ടോ ടോപ്പിന് വരുന്നത്. നല്ലൊരു ഫാബ്രിക്കാണ്. ഇതാണ് ടോപ്പിൻ്റെ ആ ഒരു പാറ്റേൺ വന്നേക്കുന്നത്. യോക്ക് പോർഷനിലേക്ക് ഫ്ലവർ എംബ്രോയ്ഡറി ചെയ്തിട്ട് ബാത്തിക് പ്രിൻ്റ് ആണ് കൊടുത്തേക്കുന്നത്. ബാക്ക് സൈഡ് നമുക്കിതിൻ്റെ വരുമ്പോഴത്തേക്ക് പ്രിൻറ്റ് വരുമ്പോൾ സെയിം ബാത്തിക് പ്രിൻ്റ് ആണ്. ഇങ്ങനെയാണ് ഈ ഒരു പ്രിൻറ്റിൻ്റെ പാറ്റേൺ വരുന്നത്. ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു പ്രിൻറ്റ് വരുന്നുണ്ട്. എൻഡിൽ ദാമൻ ഏരിയയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ടോപ്പ് പാറ്റേൺ ഇങ്ങനെ വരും. നല്ലൊരു ഡാർക്ക് മെറൂൺ ടോണിലേക്കാണ് ഈ സെറ്റ് നമുക്ക് വന്നേക്കുന്നത്. ഇതാണ് നല്ല ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ജോർജറ്റ് ഫാബ്രിക്കാണ്. ക്രേപ്പ് ജോർജറ്റ് ഫാബ്രിക്, പ്യുവർ ഫാബ്രിക്കാണ്. ദുപ്പട്ട നല്ല ഹെവി ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ദുപ്പട്ടയിൽ ഫുള്ളായിട്ടും എംബ്രോയ്ഡറി പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത്. 4 സൈഡും നമുക്ക് 2 സൈഡും ബോർഡർ എംബ്രോയ്ഡറി ഇങ്ങനെ വരും. ഉള്ളിലൊക്കെ എംബ്രോയ്ഡറിയും ബാത്തിക് പ്രിൻറ്റും ആട്ടോ കൊടുത്തേക്കുന്നത്. 2.5 മീറ്റർ ലെങ്ത് ഉണ്ട്. ബോട്ടം ജോർജറ്റിൽ തന്നെ പ്രിൻറ്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലാണ് ഈ സെറ്റ് നമുക്ക് വരുന്നത്. ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളർ ടോണിലാണ് ഈ സെറ്റ് നമുക്ക് വരുന്നത്. നേവി ബ്ലൂ ടോണിലാണ് ഈ സെറ്റ് വന്നേക്കുന്നത്.